രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പണം സമ്പാദിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? അങ്ങനെയൊരു അവസരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ റിക്രൂട്ട്മെന്റ് ഫ്ലയർ പോലെ തോന്നാമെങ്കിലും ഇതിന്റെ ഉള്ളിൽ രാഷ്ട്രീയ പങ്കാളിത്തവും ഒരു വരുമാന മാർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ഫ്ലയർ തുടങ്ങുന്നത് തന്നെ വളരെ ഗംഭീരമായൊരു വാചകത്തോടെയാണ്. ജനങ്ങളുടെ ശബ്ദം ശക്തമാക്കാൻ നിങ്ങളുടെ പങ്കും പ്രധാനമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പൗരബോധത്തെക്കുറിച്ചൊക്കെയാണ് ഓർക്കുക, അല്ലേ? പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അതാണ് ഇതിലെ ഒരു ട്വിസ്റ്റ്. ഇവിടെയാണ് അസൽ കാര്യം വരുന്നത്. ഇത് വെറുമൊരു സാമൂഹിക സേവനത്തിനുള്ള ആഹ്വാനമല്ല, മറിച്ച് നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഇടപെടലിനെ ഒരു വരുമാനം നേടാനുള്ള മാർഗമാക്കി മാറ്റാനുള്ള ഒരു ഓഫർ കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ പൗരബോധവും പോക്കറ്റും ഒരുമിപ്പിക്കാനുള്ളൊരു ശ്രമം. അപ്പോൾ ഈ ഒരു ഇരട്ട വാഗ്ദാനത്തിന് പിന്നിലുള്ള പ്രോഗ്രാം യഥാർത്ഥത്തിൽ എന്താണ്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം അവർ നൽകുന്നത്? നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ അവസരം വരുന്നത് പ്രതിനിധി എന്ന പേരുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. എന്താണ് ഈ പ്രതിനിധി? ഇതൊരു ഇലക്ട്രൽ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒന്ന്. അവരുടെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ അവസരം. ലക്ഷ്യം വളരെ സിമ്പിളാണ്: റെഫറലുകളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഇവരുടെ സേവനങ്ങൾ എത്തിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെ പങ്കെടുക്കാം? എങ്ങനെയാണ് നമുക്കിതിലൂടെ പണം സമ്പാദിക്കാൻ പറ്റുക? അതിനായിട്ട് അവർ വളരെ ലളിതമായ ഒരു 5 സ്റ്റെപ്പ് പ്രോസസ് പറയുന്നുണ്ട്. നോക്കൂ, ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക, പിന്നെ ഒരു അപ്രൂവൽ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഉപയോഗിച്ച് ആളുകളെ റെഫർ ചെയ്യുക. പൈസ കിട്ടിത്തുടങ്ങുമ്പോൾ അത് പിൻവലിക്കുക. ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ സംഗതി സിമ്പിൾ ആണല്ലേ? ഇനി ഓരോ സ്റ്റെപ്പിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പ്രോസസ്സ് എത്രത്തോളം എളുപ്പമാക്കിയിട്ടുണ്ടെന്ന് നോക്കിയേ. രജിസ്റ്റർ ചെയ്യാൻ വെറും 2 മിനിറ്റ് മതി. നിങ്ങളുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, പിന്നെ പൈസ കിട്ടാനുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ UPI ഡീറ്റെയിൽസ്, അത്രേ വേണ്ടൂ. 24 മണിക്കൂറിനകം തന്നെ അപ്രൂവൽ കിട്ടും. അതും SMS വഴിയോ ഇമെയിൽ വഴിയോ നിങ്ങളെ അറിയിക്കും. അപ്രൂവൽ കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ സ്വന്തമായൊരു യൂണീക്ക് ലിങ്ക് കാണാം. പിന്നെന്ത് വേണം? ആ ലിങ്ക് എടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തു തുടങ്ങാം. കണ്ടില്ലേ, വലിയ മെനക്കേടില്ലാതെ തന്നെ തുടങ്ങാൻ പറ്റും. ശരി, ഇനി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വരാം. അതെ, പണം. എങ്ങനെയാണ് ഇതിൽ നിന്ന് ശരിക്കും വരുമാനം കിട്ടുന്നത്? ആ റിവാർഡ് സിസ്റ്റം നമുക്കൊന്ന് പരിശോധിക്കാം. 20 മുതൽ 30% വരെ, അതാണ് കമ്മീഷൻ. നിങ്ങളൊരു സെയിൽ നടത്തിയാൽ അതിന്റെ 20-30% നിങ്ങൾക്കാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് രംഗത്ത് ഇതൊരു മികച്ച കമ്മീഷൻ തന്നെയാണ്. പക്ഷേ എന്ത് വിൽക്കുമ്പോഴാണ് ഈ കമ്മീഷൻ കിട്ടുന്നത്? അതാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരമാണിത്: വാർഡ് ലൈസൻസ്. നിങ്ങളുടെ ആ യുണീക്ക് ലിങ്ക് ഉപയോഗിച്ച് ആരെങ്കിലും ഒരു വാർഡ് ലൈസൻസ് വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കമ്മീഷൻ ലഭിക്കുക. എന്തായിരിക്കും ഈ വാർഡ് ലൈസൻസ്? ഒരു പക്ഷേ ഈ പ്രതിനിധി പ്ലാറ്റ്ഫോമിന്റെ സേവനങ്ങൾ ഒരു പ്രത്യേക വാർഡിൽ ഉപയോഗിക്കാനുള്ള ഒരുതരം സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഒരു പാക്കേജോ ആയിരിക്കാം അത്. അപ്പോ നിങ്ങളുടെ വരുമാനം എങ്ങനെ കൂടുന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ആളുകളെ റെഫർ ചെയ്യുന്നു, അപ്പോൾ നിങ്ങളുടെ ടിയർ ഉയരും. ടിയർ ഉയർന്നതിനനുസരിച്ച് വരുമാനവും കൂടും. സിമ്പിളായ ഒരു കണക്കാണ്. പിന്നെ മിനിമം 2000 രൂപയായാൽ മതി നിങ്ങൾക്ക് എല്ലാ മാസവും പൈസ പിൻവലിക്കാം. അത് നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ UPIയിലേക്കോ വരും. ഇതുവരെ കേട്ടതൊക്കെ വളരെ ആകർഷകമായി തോന്നുന്നുണ്ടാകും, അല്ലേ? പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഇതാണ് ആ നിർണായകമായ നിയമം. ഓരോ വാർഡിലും ഒരു ലൈസൻസ് മാത്രം. അതായത് ഒരു ഇലക്ട്രൽ വാർഡില് ഒരാൾക്ക് മാത്രമേ ഈ അഫിലിയേറ്റ് ആകാൻ കഴിയൂ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ വാർഡിൽ ഈ അവസരം നിങ്ങൾ ആദ്യം സ്വന്തമാക്കിയാൽ പിന്നെ അവിടെ വേറെ ആർക്കും ഇതിൽ പങ്കാളിയാകാൻ കഴിയില്ല. നിങ്ങൾക്കവിടെ പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നോ ഇതിൽ ചേരണമെന്നോ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനുള്ള വെബ്സൈറ്റും ഫോൺ നമ്പറും ഇവിടെ കൊടുക്കുന്നു.